ഹലോ എവരിവൺ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, പബ്ലിക് ഫൈനാൻസ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതിലെ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അതിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ പറയുന്നത്. ഈ ഒരു എക്കണോമിക്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? സ്കേഴ്സിറ്റി അല്ലെ? സ്കേഴ്സിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ എക്കണോമിക്സ് പ്രോബ്ലം. അപ്പൊ ഈ ഒരു ടോപ്പിക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് സ്കേഴ്സിറ്റിയിൽ നിന്നാണ്. ഇഫ് ദർ ഈസ് നോ സ്കേഴ്സിറ്റി ദെൻ നോ മോർ എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ആവശ്യകത എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ഡിറൈവ് ഫ്രം ദ സ്കേഴ്സിറ്റി. സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ദ മേജർ ഫീൽഡ് ഓഫ് സ്റ്റഡി ആർ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, കമ്പാരിറ്റീവ് എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് ഡെവലപ്മെന്റ്, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട്സ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ്, പൊളിറ്റിക് ഫൈനാൻസ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ് ആൻഡ് എക്കണോമെട്രിക്സ്. ഇനി സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് എന്താന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഡിഫറെന്റ് എക്കണോമിക് സബ്ജക്ട്, നമ്മൾ ഈ പഠിച്ച സബ്ജക്റ്റ് ഒക്കെ അല്ലേ, ഇതിൽ എന്ത് ആണ് കണ്ടന്റ് ആയിട്ട് വരുന്നതെന്നും എഴുതി വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് പഠിക്കും നമുക്ക് അതിന്റെ ബ്രാഞ്ചസ് ഏതാണെന്ന് പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, മൈക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്, ഫേം, ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്. അതായത് മൈക്രോ എക്കണോമിക്സിൽ എന്താ പറയുന്നത്, സ്മോൾ യൂണിറ്റ്സ് ആണ്. മൈക്രോ എന്ന് പറയുമ്പോൾ അറിയാലോ, മൈക്രോ, സ്മോൾ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സ്മോൾ, മൈക്രോ എന്ന് പറയുമ്പോൾ സ്മോൾ യൂണിറ്റ് അല്ലേ? അത് സ്മോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു ഇൻകം ഓഫ് എ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഫാമിലി ബഡ്ജറ്റ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ്, ഒരു ഫേമിന്റെ പ്രോഫിറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് ഈ ഒരു മൈക്രോ എക്കണോമിക്സിലൂടെ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ എക്കണോമിക്സ് യൂണിറ്റ്, ഫേം, അതായത് സ്മോൾ യൂണിറ്റ്. അത് നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. മൈക്രോ എക്കണോമിക്സ് എന്താണ്? സ്മോൾ യൂണിറ്റ്സ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, അതിനെ കുറിച്ച് ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചില്ലേ? മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റ് ആണ്. പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഇൻകം ഓഫ് പേഴ്സണൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഫാമിലി ബഡ്ജറ്റ്, അങ്ങനെയുള്ള ഒരു പ്രോഫിറ്റ് ഓഫ് എ ഫേം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. ഇനി അടുത്ത ബ്രാഞ്ച് നോക്കാം, മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് ഫോക്കസ് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ എക്കോണമി ആസ് എ വോൾ. മാക്രോ എക്കണോമിക്സിൽ എന്താണ് വരുന്നത്? അഗ്രിഗേറ്റീവ് കൾച്ചർ, ഇറ്റ് ഇസ് അനദർ വൈറ്റൽ റോൾ. അതായത് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, നാഷണൽ ഇൻകം, GDP, ജനറൽ പ്രൈസ് ലെവൽ, ഇതൊക്കെ വരുന്നത് ഈ മാക്രോ എക്കണോമിക്സിലാണ്. മാക്രോ എക്കണോമിക്സ് ഇസ് അനദർ സ്കോപ്പ്, ഇറ്റ് ഹാസ് അനദർ വൈറ്റൽ റോൾ. Macroeconomics focus on the behavior of the economy as a whole. It concerned with the behavior of aggregative values such as national input and output. അതൊരു നാഷണൽ ലെവലിലാണ് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ മാക്രോ എക്കണോമിക്സ് പഠിച്ചു, മൈക്രോ എക്കണോമിക്സും പഠിച്ചു. മൈക്രോ എക്കണോമിക്സിൽ എന്താ വരുന്നത്? സ്മോൾ യൂണിറ്റ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സ്മോൾ യൂണിറ്റ് ആണ്. അതിലെന്താ പറയുക? ഇൻഡിവിജ്വൽ ഇൻകം, അതുപോലെ ഫാമിലി ബഡ്ജറ്റ്, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വരുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നമ്മൾ നോക്കി. മാക്രോ എക്കണോമിക്സിൽ എന്താ നോക്കിയത്? പിന്നെ മാക്രോ എക്കണോമിക്സിലാണ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പിന്നെ അഗ്രിഗേറ്റീവ് എക്കണോമിക്, നാഷണൽ ഇൻകം, GDP, ജനറൽ പ്രൈസിങ്, ആ ലെവലൊക്കെ വരുന്നതാണ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സും പഠിച്ചു, മാക്രോ എക്കണോമിക്സും പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിറ്റീവ് എക്കണോമിക് സിസ്റ്റം ആണ്. ഞാൻ അതിൽ എഴുതാൻ വിട്ടുപോയതാണ്, ഞാൻ അത് വായിക്കാം. Comparative economic system examines the way alternative economic system function. Important concerns of development are population growth and control, provision of the basic needs, strategies for the international trade. ഒരു എക്കണോമിക് സിസ്റ്റം ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദ മേജർ എക്കണോമിക് സിസ്റ്റം ആർ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. ദ മേജർ എക്കണോമിക് സിസ്റ്റം ആർ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. കമ്പാരിറ്റീവ് എക്കണോമിക് സിസ്റ്റത്തിൽ വരുന്നതാണ് മൂന്നെണ്ണം: ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് ഇക്കോണമി. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. എക്കണോമിക് ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം ഓഫ് ലോ ഇൻകം കൺട്രീസ്. Important concern of the development economics are population growth and control, provision on the basic need and strategies for international trade. എക്കണോമിക് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോ ഇൻകം കൺട്രീസിനെയാണ്.
Important concerns of the development economics are population growth and control, provision of the basic needs and strategies for international trade. എക്കണോമിക് ഡെവലപ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോ ഇൻകം കൺട്രീസിന്റെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ എക്കണോമിക് ഗ്രോത്ത് പിന്നെ ഒരു ബേസിക് നീഡ്സ് പിന്നെ സ്ട്രാറ്റജി ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ഇതൊക്കെയാണ് ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിൽ പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഡൗട്ട് എങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ കേസ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് എക്കണോമിക്സിൽ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട്സ് studies the development of economic ideas and the theories over time. Because economic theory is constantly developing and changing, studying the history of ideas helps giving the meaning to the modern theory and puts its perspective. നമുക്കറിയാം നമ്മുടെ ഒരു എക്കണോമിക്സിൽ ഒരുപാട് തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു തിയറീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെ തിയറീസ് ആണ് വന്നത് അല്ലെങ്കിൽ ആ ഒരു തിയറീസിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയണം അല്ലെ? എന്നാലാണ് ആ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട്സിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്സ് ഒക്കെ ഒന്ന് ദയവ് ഇത് കമന്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണം എന്ന് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇന്റർനാഷണൽ എക്കണോമിക് സ്റ്റഡീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ എക്കണോമിക് സ്റ്റഡീസ് ട്രേഡ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്ലോസ് എമംഗ് ദ കൺട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു ട്രേഡ്, അതുപോലെ അവരെങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്, അതൊക്കെയാണ് ഇന്റർനാഷണൽ എക്കണോമിക് സ്റ്റഡീസിൽ വരുന്നത്. അതായത് ഇന്റർനാഷണലി ഉള്ള കാര്യങ്ങൾ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ട്രേഡ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യണത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അല്ലെ? രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ട്രേഡിങ് എക്സ്പോർട്ടിങ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേബർ എക്കണോമിക്സ് ആണ് കേട്ടോ. Labor economics deals with the factor that determining the wages, rates, employee and unemployment. അപ്പൊ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് വേജസ്, ഡിറ്റർമൈനിങ് ദ വേജസ്, അതുപോലെ റോൾ ഓഫ് ദ ട്രേഡ് യൂണിയൻ, അതുപോലെ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദ ലേബർ മാർക്കറ്റ്, ജോബ് മാർക്കറ്റ്, അതായത് ലേബറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ട്രേഡ് യൂണിയനും അതുപോലെ ലേബേഴ്സിന്റെ പ്രോബ്ലം, അതൊക്കെയാണ് ഒരു ലേബർ എക്കണോമിക്സിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് ഫിനാൻസ് ആണ്. പബ്ലിക് ഫിനാൻസ് എക്സാമിങ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എക്കോണമി, അതായത് റോൾ ഓഫ് ഗവൺമെന്റിനെ കുറിച്ചിട്ട്. ഗവൺമെന്റ് എങ്ങനെയാണ് അതിന്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അതിന്റെ റവന്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പബ്ലിക് ഫിനാൻസിൽ പറയുന്നത്. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ റോള്, റവന്യൂ. ഇപ്പോൾ ഗവൺമെന്റ് കുറെ സ്കീംസ് ഇറക്കുന്നുണ്ടല്ലേ, കുറെ പ്രോഗ്രാംസ്, അതിനൊക്കെ എവിടുന്നാണ് ഗവൺമെന്റ് റവന്യൂ ഫണ്ട് കണ്ടെത്തുന്നത്, ആ ഒരു മെത്തേഡിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പബ്ലിക് ഫൈനാൻസിൽ പറയുന്നത്. മെയിനായിട്ടും ഫൈനാൻസിന്റെ കാര്യങ്ങൾ, അതായത് റോൾ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദി ഇക്കോണമി, അവരുടെ എക്സ്പെൻഡിച്ചർ, അവരുടെ റവന്യൂ, അവരെവിടെ നിന്നാണ് ഈ റവന്യൂ കണ്ടെത്തുന്നത്, ആ ഒരു പ്രോഗ്രാംസ്, ആ ഒരു സ്കീമിലേക്ക് എങ്ങനെയാണ് ഒരു മെത്തേഡ്സ്, അതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പബ്ലിക് ഫൈനാൻസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെന്റൽ എക്കണോമിക് സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ദ എൻവയോൺമെന്റൽ എക്കണോമിക് സ്റ്റഡീസ് ദ ഇമ്പാക്ട് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ. അതായത് നമ്മൾ ഈ കുറെ കാര്യങ്ങൾ പ്രൊഡക്ഷനും കൺസപ്ഷനും ഒക്കെ ചെയ്യുന്നില്ലേ, അത് എങ്ങനെയാണ് എൻവയോൺമെന്റിനെ ബാധിക്കുന്നത്, അതാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് പ്രൊഡക്ഷനും കൺസപ്ഷനും ഈ ഒരു എൻവയോൺമെന്റിനെ ബാധിക്കുന്നത്, അതാണ് ഈ ഒരു എൻവയോൺമെന്റൽ എക്കണോമിക് സ്റ്റഡീസിലൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് എൻവയോമെട്രിക്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. Applied studies techniques and data to economic problems in an effort of the test hypothesis and theories. അതായത് നമ്മളൊരു തെസിസ് അല്ലെങ്കിൽ ഹൈപ്പോതിസിസ്, തിയറീസ്, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെയാണ് ഈ ഒരു എൻവയോമെട്രിക്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഈ ഒരു സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് വരുമ്പോൾ നമ്മൾ എഴുതുന്നതാണ്, അതിൽ വരുന്ന സബ്ബൊക്കെ ഏതാണ്? മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ യൂണിറ്റ് അല്ലെ? സ്മോൾ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഒരു ഇൻകം, ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം ഒക്കെ വരുന്നതാണ് ഒരു മൈക്രോ എക്കണോമിക്സ് അല്ലെ? പിന്നെ പഠിച്ച് മാക്രോ എക്കണോമിക്സ്, പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് പഠിച്ചു നമ്മൾ. ഇറ്റ് മെയിൻലി ഫോക്കസ് ഓൺ ദ പ്രോബ്ലംസ് ഓഫ് ലോ ഇൻകം കൺട്രീസ് അല്ലേ? അപ്പോൾ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, എക്കണോമിക് ഡെവലപ്മെന്റ് പഠിച്ചു. പിന്നെ നമ്മൾ ഹിസ്റ്ററി ഓഫ് എക്കണോമിക്സ് പഠിച്ചു, ഇന്റർനാഷണൽ എക്കണോമിക്സ് പഠിച്ചു, ലേബർ എക്കണോമിക്സ് പഠിച്ചു, പബ്ലിക് ഫിനാൻസ് പഠിച്ചു. അപ്പോൾ ഈ ഒരു സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായില്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാനെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഇതിൽ വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ.
കുറേ പേര് നോട്ട്സ് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ചാപ്റ്റർ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ബാക്കി ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവാൻ കൂടിയിട്ടാണ്. അതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.